ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ IT ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എങ്ങോട്ട് കിടക്കാം? ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ IT ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്കാണ്. ഏതാണ്? ടെക്നോ പാർക്കാണ്. ടെക്നോ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്താണ്. ലാർജസ്റ്റ് IT പാർക്ക് ഓഫ് ഇന്ത്യ. ആൻസർ ടെക്നോ പാർക്ക്. ടെക്നോ പാർക്ക് ലൊക്കേറ്റഡ് അറ്റ് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്താണ് ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഡേറ്റാബേസ് ഏതാണെന്ന് അറിയാമോ? ഏതാണ്? കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഡേറ്റാബേസ് ആണ്. ഏതാണ്? സ്പാർക്ക്. വിച്ച് ഡേറ്റാബേസ് ഇൻക്ലൂഡിംഗ് ഓൾ ഇൻഫർമേഷൻ ഓഫ് കേരള ഗവൺമെന്റ് എംപ്ലോയീസ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഡേറ്റാബേസ് ആണ് ഏത്? സ്പാർക്ക്. ദ ഡേറ്റാബേസ് ഇൻക്ലൂഡിംഗ് ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓഫ് ഓൾ കേരള ഗവൺമെന്റ് എംപ്ലോയീസ്. ആൻസർ എന്താണ്? സ്പാർക്ക്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ പഞ്ചിങ് സിസ്റ്റം ഏതാണ്? സെക്രട്ടേറിയറ്റിലെ പഞ്ചിങ് സിസ്റ്റമാണ് എന്ത്? സ്പർശ്. ദ പഞ്ചിങ് സിസ്റ്റം ഓഫ് സെക്രട്ടേറിയറ്റ്. ആൻസർ സ്പർശ്. അതുപോലെ നികുതികൾ, ഫീസുകൾ, ബില്ലുകൾ എന്നിവ അടയ്ക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ ഏകജാലക സംവിധാനം ഏതാണ്? ഫ്രണ്ട്സ്. ഏകജാലക സംവിധാനമാണ് ഫ്രണ്ട്സ്. The single window system started by Kerala government for paying bill, fees and tax. ആൻസർ എന്താണ്? ഫ്രണ്ട്സ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ കാർഷിക മേഖലയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ്? ഈ കൃഷിയാണ്. ദ വെബ് പോർട്ടൽ സ്റ്റാർട്ടഡ് ബൈ കേരള ഗവൺമെന്റ് ഫോർ ഹെൽപ്പിംഗ് അഗ്രികൾച്ചറൽ ഫീൽഡ്. ആൻസർ എന്താണ്? ഈ കൃഷി. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണ്? ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക്. ആൻസർ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് കേരള. ആൻസർ എന്താണ്? കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്ക് ഏതാണ്? കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്കാണിത്. സെക്കുവാൻ. ലാർജസ്റ്റ് ക്യാമ്പസ് നെറ്റ്വർക്ക് ഓഫ് കേരള ഗവൺമെന്റ്. ആൻസർ എന്താണ്? സെക്കുവാൻ. അതുപോലെ തന്നെ മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. The state Haryana computerized all voters list. Which state computerized all voters list? Answer എന്താണ്? ഹരിയാന. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി? ആൻസർ BJP ആണ് കേട്ടോ. Which political party first started at website? ആൻസർ എന്താണ്? ആൻസർ BJP ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് സ്റ്റേറ്റ് ആണിത്. ഒഡീഷ. ഫസ്റ്റ് പേയ്മെന്റ് സ്റ്റേറ്റ്. ആൻസർ ഒഡീഷ. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ ജിമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ദ ജിമെയിൽ സിസ്റ്റം ഇൻ ഗവൺമെന്റ് ഓഫീസ്. ആൻസർ എന്താണ്? ആൻസർ ഗോവ. ഗോവയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? എവിടെയാണ്? ബംഗളൂരുവാണ്. ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ ഓഫ് ഇന്ത്യ. ആൻസർ ബംഗളൂരു.
അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് പട്ടം, തിരുവനന്തപുരം. പട്ടം അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ ഓഫ് കേരള, ആൻസർ എന്താണ്? പട്ടം. അതെവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. പട്ടം, ട്രിവാൻഡ്രം. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ചെന്നൈ. ഫസ്റ്റ് സൈബർ പോസ്റ്റ് ഓഫീസ് ഓഫ് കേരള, ആൻസർ ഫസ്റ്റ് സൈബർ പോസ്റ്റ് ഓഫീസ് ഓഫ് ഇന്ത്യ, ആൻസർ ചെന്നൈ ആണ് കേട്ടോ. ഓർത്ത് വെച്ചുക, ചെന്നൈ ആണ്. അതുപോലെ തന്നെ നമ്മൾ ചെന്നൈയാണ്. അതുപോലെ IT ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ആൻസർ ബംഗളൂരു. IT ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ആൻസർ ബംഗളൂരു. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യയുടെ IT തലസ്ഥാനം ഏതാണ്? ബംഗളൂരുവാണ്. ഇന്ത്യയുടെ IT തലസ്ഥാനം ഏതാണ്? ബംഗളൂരുവാണ്. IT ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ആൻസർ ബംഗളൂരു. IT ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ആൻസർ എന്താണ്? ബംഗളൂരുവാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ജനറേഷനെ കുറിച്ച് പറയുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ എന്ന് പറയുമ്പോൾ അറിയാം, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ, ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്താണ്? വാക്വം ട്യൂബ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ വാക്വം ട്യൂബ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്താണ്? സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറാണ് ട്രാൻസിസ്റ്റർ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ട്രാൻസിസ്റ്റർ. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? IC ചിപ്പ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ IC ചിപ്പ് എന്തിനുപയോഗിക്കുന്നു? സിലിക്കണും ജെർമേനിയും എന്തിനുപയോഗിക്കുന്നു? IC ചിപ്പിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. സിലിക്കൺ ഈസ് യൂസിങ് ഫോർ മേക്കിംഗ് IC ചിപ്പ്. IC ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സിലിക്കണാണ്. അതുപോലെ ബംഗളൂരു ഏതു പേരിലറിയപ്പെടുന്നു? ബംഗളൂരു ഒരു പേരിലറിയപ്പെടുന്നു, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. ബംഗളൂരു ഈസ് ആൽസോ നോൺ ആസ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നതിനെയാണ് ബംഗളൂരുവിനെയാണ്. അതുപോലെ തന്നെ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസ്സർ. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനെ കുറിച്ച് പറഞ്ഞു, കുറച്ച് ക്വസ്റ്റ്യൻസും പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ മോസ്റ്റ് യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. പരീക്ഷകളൊക്കെ എഴുതുന്നവരാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ്. ഏവർക്കും വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. വീഡിയോ കാണുന്നതും കാണാത്തതും ഒക്കെ എന്താണ്? അത് നിങ്ങളുടെ താല്പര്യമാണ്. ഒരു വ്യക്തിയെ വീഡിയോ കാണാൻ നിർബന്ധിക്കുകയല്ല. പക്ഷേ ഇത് നിങ്ങൾ കണ്ട് നിങ്ങൾ കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെ ഉപകാരപ്പെടും? പരീക്ഷകളിൽ ഉപകാരപ്പെടും, ഉറപ്പാണ്. അപ്പോൾ തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്തോ വീഡിയോ കാണും.